ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ആനുവൽ ഡേ വ്ളോഗാണ്. എൻ്റെ അനിയത്തിയുടെ സ്കൂളിലെ ആനുവൽ ഡേ ആണ്. അപ്പോൾ അവളുടെ 3 പ്രോഗ്രാംസ് ഉണ്ട്. ഞങ്ങളപ്പോൾ രാവിലെ തന്നെ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ അനിയത്തി. അവൾ +1-ലാണ്. ഇവളുടെ 3 പ്രോഗ്രാംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ നേരത്തെയാണ് പോണത്. പിന്നെ രാവിലത്തെ പ്രസംഗവും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇവൾക്കൊരു മൊമെൻറ്റോ കിട്ടാനുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഉച്ചയ്ക്ക് 1 മണിക്കാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും രാവിലെ നേരത്തെ ഒരു 9:30 ആയപ്പോഴത്തേനും പോകുന്നുണ്ട്. ഒരുങ്ങാനുള്ള മേക്കപ്പ് സാധനങ്ങളും അതുപോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പോണത്. അപ്പോൾ ഇനി നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ്. ബസ് സ്റ്റോപ്പ് എത്തിയിട്ട് നമുക്ക് കാണാം കേട്ടോ. ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേഗം പോവാമെന്നും പറഞ്ഞിട്ട് അവൾ സ്പീഡിൽ നടക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ബസ് സ്റ്റോപ്പ് എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നൊരു 20 മിനിറ്റോളം ഉണ്ട് സ്കൂളിലെത്താനായിട്ട്. പിന്നെ നമ്മൾ ഒറ്റയ്ക്കല്ല പോണത്, എൻ്റെ ഫ്രണ്ടും കൂടെയും വരുന്നുണ്ട്. അവൾ നേരിട്ട് സ്കൂളിലേക്കാണ് വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ സ്കൂൾ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. അവളും കൂടെ വന്നിട്ട് ഒരുമിച്ച് കയറാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പരിപാടികൾ എന്ന് പറയുമ്പോൾ ഈ പ്രസംഗം കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഫ്രണ്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സാധാരണ സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് വണ്ടി കൊണ്ട് നിർത്താറ്. അപ്പോൾ റോഡ് പണി നടക്കുന്ന കാരണം ബസ് അപ്പുറത്താണ് കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇറങ്ങിയ സമയത്ത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവളും വഴി തെറ്റിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് പോവാം. പിന്നെ ഈ ഒരു സാധനമല്ലേ നമ്മുടെ ഫിഗ്, അതായത് അത്തിപ്പഴം, ഇത് കഴിക്കാൻ പറ്റുന്നതാണോ അല്ലെന്നൊന്നും എനിക്കറിയില്ല. കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് വെച്ചു. ഉച്ചയ്ക്കാണ് പ്രോഗ്രാം. എന്നാലും നമുക്ക് മേക്കപ്പ് ചെയ്യേണ്ട ക്ലാസ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മേക്കപ്പ് ചെയ്യാനായിട്ടുള്ള സ്ഥലം സെറ്റാക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൾ മൊമെൻറ്റോ പോയി വാങ്ങുന്നുണ്ട്. മൊമെൻറ്റോ വാങ്ങാൻ വിളിച്ചതാണെങ്കിൽ വൻ കോമഡി ആയിരുന്നു. അവളുടെ പേര് തെറ്റിച്ചിട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മൊമെൻറ്റോ കിട്ടിയ സന്തോഷമൊന്നും ആളുടെ മുഖത്തില്ല, പേര് തെറ്റി വിളിച്ചതുകൊണ്ട് തന്നെ. അങ്ങനെ മൊമെൻറ്റോ ഒക്കെ കിട്ടി. ഇനി നമ്മൾ മേക്കപ്പ് ചെയ്യാനായിട്ട് പോവാണ്. ഒരു ക്ലാസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്, അവൾ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. +1 +2 അവൾ ഇവിടെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അവളാണെങ്കിൽ ആ ഒരു നൊസ്റ്റൂലാണ് നടക്കുന്നത്. പിന്നെ എനിക്ക് സന്തോഷമായ വേറൊരു കാര്യം, നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് എന്നെ ഒരാൾ നേരിട്ട് വന്നിട്ട് വീഡിയോസൊക്കെ കാണാറുണ്ട്, ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ മേക്കപ്പ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്ത റൂമെന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ പഴയ ക്ലാസ് റൂമാണ്. അപ്പോൾ അവൾക്കാണെങ്കിൽ ആ ഒരു നൊസ്റ്റൂല് ഫ്രണ്ട്സിനൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ട് ക്ലാസ് റൂമൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ മൊമെൻറ്റോ ഒക്കെ കാട്ടിയിട്ട് ഷോ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്തായാലും മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ മേക്കപ്പിൻ്റെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യേണ്ടതെന്ന് മാത്രം അറിയില്ല. അതാണ് കോമഡി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെയും ഒരുമിച്ച് നിന്നിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് ലാസ്റ്റ് സെറ്റാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുള്ളായത് എൻ്റെ ഫ്രണ്ട് വന്നുകൊണ്ടാണ്. അവൾ അറിയുന്ന രീതിയിലൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്യുന്ന വേറൊരു ടീമിനെ അറിയാം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് അവൾ വിളിച്ച് ചോദിച്ചിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ പിന്നെ പണ്ടേ മേക്കപ്പ് ഒന്നും ചെയ്യാത്ത കാരണം എനിക്കിതിൻ്റെ ഒരു ABCD പോലും അറിയൂല. അപ്പോൾ പിന്നെ ഞാൻ നോക്കി നിന്ന് വീഡിയോ എടുക്കാന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ ഒരു സ്കൂളിലത്തെ ടീച്ചേഴ്സിൻ്റെ ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അവർക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഈ ഒരു ക്ലാസ് റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ടീച്ചറിനായിട്ട് എൻ്റെ അനിയത്തിയുടെ ഡാൻസ് ഉണ്ട്. അപ്പോൾ ടീച്ചറിന് ഇതുപോലെ മേക്കപ്പ് ചെയ്ത് തരണമെന്നും പറഞ്ഞിട്ടാണ് അവർ പോണത്. അങ്ങനെ ഈ ഒരു ക്ലാസ് റൂമിൽ തന്നെ അവർ പ്രാക്ടീസ് നടത്തുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവിടെ മേക്കപ്പും നടക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇതിങ്ങനെ നോക്കിയിരുന്ന് ബോറടിച്ചിട്ടും വയ്യ, പ്രോഗ്രാംസ് ഒന്നും കാണാനും പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇവരുടെ ഡാൻസൊക്കെ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് വെറുതെ നോക്കിയിരുന്നു. പിന്നെ നമ്മളെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇടയിലിടയിൽ ഞങ്ങൾ കുറച്ചായിട്ട് പോയി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരുടെ ഡ്രസ്സൊക്കെ കാണാൻ നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഇവരുടെ ഡാൻസും ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പാട്ടൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ചില ക്ലിപ്സിലൊക്കെ പാട്ട് കട്ട് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഡാൻസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞങ്ങൾ നൈസായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ സ്കിപ്പായിട്ട് വന്നിട്ട് പ്രോഗ്രാം കണ്ടിട്ട് കുറച്ച് നേരം നിന്നിട്ട് അപ്പോൾ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മേക്കപ്പ് ഇവിടം വരെ ആയിട്ടുണ്ട്. ഇതാണ് കോസ്റ്റ്യൂം. ഫുൾ മേക്കപ്പ് ചെയ്ത് കൊടുത്തത് എൻ്റെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് നോക്കി നിന്നേ ഉള്ളൂ ഹെൽപ്പറായിട്ട്. അപ്പോൾ ഹെയറൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സും സെറ്റായിട്ട്. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഡാൻസ് കഥക്കാണ്. അപ്പോൾ ആ ഒരു സ്റ്റൈലിലാണ് മേക്കപ്പ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങൾ ശരിക്കും പെട്ടേനെ. കാരണം ഈ ഒരു പരിപാടിയൊന്നും എനിക്ക് ചെയ്യാൻ അറിയില്ല. അവൾക്കും വല്ലാണ്ട് അറിയൊന്നുമില്ല. അവൾ പിന്നെ അറിയുന്ന രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്തായാലും. അപ്പോൾ നമ്മുടെ മേക്കപ്പ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ലാസ്റ്റ് ചിലങ്കൊക്കെ കെട്ടി സെറ്റാക്കുന്നുണ്ട്. മേക്കപ്പ് മൂപ്പരാൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സന്തോഷമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഈ ഒരു ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കെന്തായാലും ഇഷ്ടമായി, അനിയത്തിക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഫുൾ ക്രെഡിറ്റ്സ് എൻ്റെ ഫ്രണ്ടിന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെറിയ ക്ലിപ്സ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്ക്.
അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്, ഡാൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കൂലല്ലോ. അതുപോലെ തന്നെ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ് ഒന്നും വരണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ മ്യൂസിക് റിമൂവ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് എൻ്റെ അനിയത്തിയുടെ 2 പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഫുള്ളായിട്ടൊന്നുമില്ല, ചെറിയ ചെറിയ ക്ലിപ്സ് ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. അടുത്തത് എൻ്റെ അനിയത്തിയുടെ ഫ്രണ്ടിൻ്റെ ഡാൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു ഡാൻസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.